വടത്തെ കയറ് കെട്ടിയിട്ട് ആ കലം പൊട്ടിക്കുക എന്നതാണ് മത്സരം. നിങ്ങൾക്ക് കാണാൻ நமது ஊரில் நடந்து கொண்டிருக்கின்ற விளையாட்டு விழாவில் நாம் பிள்ளைகளும் நமது பேரமார் பேட்டிமார்களும் ഈ കാണുന്ന விளையாட்டில் கலந்து கொண்டிருக்கிறார். പരമാവധി ഉയരത്തിൽ இந்த விளையாட்டை ഈ കാണുന്ന അല്പം കൂടി ഉയരം കൂട്ടിക്കഴിഞ്ഞ് താഴെ നിന്നുകൊണ്ട് കണ്ണ് കെട്ടിവെച്ച് അത് കറങ്ങി അടിച്ച് പൊട്ടിക്കുക എന്നതാണ് മത്സരം. ഇത് നമ്മൾ ധാരാളം കണ്ടിട്ടുള്ള ഒരു കായിക വിനോദം തന്നെയാണ്. എങ്കിലും നമുക്ക് നോക്കാം ഇവരെങ്ങനെയാ കളിക്കുന്നത്, ആരാണ് ഇതിൽ വിജയിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇനി അങ്ങോട്ട് കായിക വിനോദ മത്സരം നടത്താൻ കാലാവസ്ഥ അനുവദിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ശരിക്കും മൂടിക്കെട്ടി വന്നു കഴിഞ്ഞു, മൊത്തത്തിൽ കാലാവസ്ഥ മൂടി കഴിഞ്ഞു. ചെറിയ തോതിൽ ഒരു ചാറ്റമഴ പോലെ മഴ കൊഴിയുന്നുമുണ്ട്. എന്തായാലും ഈ മത്സരം തന്നെ നടക്കുമോ എന്നത് എനിക്ക് ചെറിയ ആശങ്കയാണ്. മത്സരം തുടങ്ങാൻ വേണ്ടി ഇവരെല്ലാം സജ്ജീകരിച്ചു കഴിഞ്ഞു. ഇനി മത്സരാർത്ഥികൾ മാത്രം കളത്തിൽ ഇറങ്ങുകയേ വേണ്ടൂ. എന്തായാലും നമുക്ക് നോക്കാം. എന്തൊക്കെയോ പറയുന്നുണ്ട്, പലരും പറയുന്ന കാരണം നമുക്കൊന്നും അങ്ങോട്ട് തിരിയുന്നില്ല. ആ കമ്പ് കുത്തിയിട്ട് അവത്തേലോട്ട് 30 തവണയോ 3 തവണയോ എങ്ങാണ്ട് ചുറ്റണമെന്നോ കറങ്ങണമെന്നോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തുടങ്ങുവാണെങ്കിൽ നമുക്ക് എന്താണെന്ന് മനസ്സിലായേനെ. തുടങ്ങുന്നതിലും തർക്കം നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനെ കറങ്ങണമെന്ന് ആ കമ്പ് നെറ്റി മുട്ടിച്ച് ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ കറങ്ങണം. ഇങ്ങനെ 10-30 തവണ കറങ്ങണമെന്നാണ് ഈ കളി, ഈ ഗെയിമിൻ്റെ ആദ്യ നടപടി. ഇങ്ങനെ കറങ്ങുമ്പോൾ തന്നെ ഒരാൾ തലകറങ്ങി ബാക്കി 2 പേര് അങ്ങേറ്റത്തുള്ള ആ നീല ഉടുപ്പ് തന്നെ തലകറങ്ങി അയാളുടെ തലകറങ്ങി വന്നിട്ടും പോയിട്ടും ഈ ചുമല ഷർട്ടുകാരന് മാത്രം ഒന്നും സംഭവിച്ചില്ല. എന്നാലും ചെറിയൊരു ഒരു ചുറ്റലുണ്ട് അയാൾക്ക്. ആ സ്റ്റമ്പ് നിലത്ത് കുത്തിയിട്ട് അവത്തേലോട്ട് നമ്മുടെ നെറ്റി മുട്ടിച്ച് കറങ്ങണം എന്നതാണ് എന്തിൻ്റെ ഗെയിമാണെന്ന് നമുക്കറിയില്ല. എന്തായാലും രസമുണ്ട്. കറങ്ങിയ ആളുടെയൊക്കെ തല കറങ്ങുന്നുണ്ട്. ഒരു പയ്യനാണ് ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം പിള്ളേരുടെ തല കറങ്ങാതെ പിള്ളേർ ഈ മത്സരത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ക്ഷമയോടെ കാത്തുനിന്ന് കാണാം. ആ പയ്യനെ വേണ്ടെന്ന് വെച്ചു, കാരണം കുട്ടികളുടെ തല കറങ്ങും. അതുകൊണ്ട് ആ കുട്ടികളെ നമുക്ക് അവധിയിൽ നിന്ന് ഒഴിവാക്കാം എന്നും പറഞ്ഞ് സംഘാടകർ ആ പയ്യനെ വേണ്ടെന്ന് വെച്ചു. ഇച്ചിരി കൂടി മുതിർന്ന പിള്ളേരെയാണ് ഇക്കുറി ഈ നെറ്റി മുട്ടിച്ചുള്ള കറക്ക മത്സരത്തിന് പങ്കെടുപ്പിക്കുന്ന. മഴ പെയ്യാനും തുടങ്ങി. ഇത് എന്തായി തീരും നമുക്ക് നോക്കാം. അതാ 3 കുട്ടികൾ തുടങ്ങി 3 പേരാണ്. പതിനഞ്ച് ചുറ്റാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം 30 ആയിരുന്നു, അതാ എല്ലാവർക്കും തല ഇറങ്ങിയത്. 8 പിള്ളേർക്ക് 15 ആക്കി.
ഒരു പയ്യൻ പരാജയപ്പെട്ടു. ബാക്കി രണ്ടുപേരും മറ്റൊരു പയ്യനാണ് ശിരസ് മുട്ടിക്കാതെയാണ് കറങ്ങുന്നത്. ശിരസ് മുട്ടിക്കാതെ കറങ്ങിയവനായി കറുത്ത പയ്യൻ. അവൻ്റെ കസേര പോയി ഇരിക്കാൻ പോകുന്നു. മറ്റൊരു പയ്യൻ വീണു. ഒരുത്തൻ വീണു, നിലത്ത് വീണു. വന്നിട്ടും പോയിട്ട് 3 കുട്ടികൾ കറങ്ങിയതിൽ നല്ല തലകറക്കമുണ്ട് പിള്ളേർക്ക്. ഇവർക്ക് 15 റൗണ്ടേ കൊടുത്തുള്ളൂ. എങ്കിലും നല്ല അടുത്ത മധ്യവയസ്കരായ 3 പേരാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമുക്ക് നോക്കാം ഇവർ ആരൊക്കെ വിജയിക്കും, ആരൊക്കെ പരാജയപ്പെടും, ആരൊക്കെ തലകറങ്ങി വീഴും എന്നത് നമുക്ക് ക്ഷമയോടെ കാത്തു നിന്ന് കാണാം. നെറ്റി ആ സ്റ്റമ്പയിൽ മുട്ടിച്ച് കറങ്ങണം. 15 റൗണ്ട് ഇങ്ങനെ ചുറ്റി കറങ്ങണം എന്നതാണ് കളി. തുടങ്ങിക്കഴിഞ്ഞു. മറ്റൊരാളും പോണു. ഈ സമയം കൊണ്ട് മറ്റൊരാളും പോണു. ഇയാൾ മാത്രം. ആ വെള്ള ഉടുപ്പിട്ട മുട്ടയടിച്ച ആൾക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും തല ചുറ്റുന്നുണ്ട്, തല കറങ്ങുന്നുണ്ട്. അയാൾക്ക് തല കറങ്ങി അയാൾ ഒരു സൈഡ് വെട്ടിയാണ് പോകുന്നത്. മത്സരത്തിൽ അദ്ദേഹം വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയാണ്. മറ്റ് 3 ചെറുപ്പക്കാരും കൂടി മത്സരത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. മത്സരത്തിൻ്റെ നിയമവ്യവസ്ഥകൾ മൈക്കിലൂടെ ഇവിടെ സംഘാടകർ അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്. മത്സരം തുടങ്ങി. മൂന്ന് പേരുടെ നെറ്റി സ്റ്റമ്പെ മുട്ടുന്നൊന്നുമില്ല. അങ്ങ് അറ്റത്ത് കറങ്ങുന്ന ആ പച്ച ഷർട്ടുകാരൻ തല ഉയർത്തിയാണ് ഇരിക്കുന്നത്. നടുക്ക കറങ്ങുന്ന ആ ബ്ലാക്ക് പാൻറ്റുകാരനും തല ഉയർത്തി ഇടയ്ക്കിടയ്ക്ക് മാത്രമേ തല മുട്ടിക്കുന്നുള്ളൂ. ഇങ്ങ് അറ്റത്ത് നീല അതേ പച്ച ഷർട്ടുകാരൻ വീണപ്പം കറുത്ത പാൻറ്റുകാരനും തല ചുറ്റി അയാൾ തല വീണില്ല. നീല ഈ പയ്യൻ തല ഇറങ്ങി ഓടിച്ചെന്ന് കസേര ഇരിക്കുകയാണ്. എന്നതാണ് എല്ലാവരുടെയും തല നല്ലതുപോലെ കറങ്ങുന്നുണ്ട്. കാരണം ഈ കുഞ്ഞിരുന്നുകൊണ്ട് നെറ്റി മുട്ടിച്ച് കറങ്ങുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു മത്സരം തുടങ്ങാൻ പോവുകയാണ്. 3 പേര് എത്തിയിട്ടുണ്ട്. 3 പേര് തല കുടിച്ച് മത്സരത്തിൽ പങ്കെടുത്ത് മത്സരം തുടങ്ങിക്കഴിഞ്ഞു. വേഗം കറങ്ങണം എന്നാണ് പറയുന്നത്. നീല ഷർട്ടുകാരൻ്റെ ചാനലിൽ പോയി. ബാക്കി 2 ഔട്ടായി. ഈ റെഡ് ടീഷർട്ടുകാരനെ ഓടിച്ചെന്ന കസേര ഇരിക്കുകയാണ്. അങ്ങനെ ഈ മത്സരം ഇവിടെ അവസാനിച്ചു. யாரு வாரியா முடிச்சிருவான். 12வது மேலதான் 12வது கீழே கிடையாது. തൽക്കാലം ഈ ഭാഗം ഇവിടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.